ആളുകൾ കൂട്ടത്തോടെ എത്തുന്ന സിനിമകൾക്കായാണ് തിയേറ്റർ വ്യവസായം കാത്തിരിക്കുന്നത്. അത്തരം സിനിമകൾ വല്ലപ്പോഴുമാണ് എത്തുന്നതെങ്കിലും ഒരു മോഹൻലാല് ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായം വന്നാല് തിയേറ്ററുകൾ പൂരപ്പറമ്പുകൾ ആവാറുണ്ട്. ഇപ്പോഴിതാ മോഹൻലാല് നായകനായ ഒരു ചിത്രം തിയേറ്ററുകൾ ജനസാഗരമാക്കുകയാണ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ആരാധകരുള്ള ഫ്രാഞ്ചൈസികളിൽ ഒന്നായ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗമാണ് ആ ചിത്രം. വൻ കാത്തിരിപ്പുകൾക്കൊടുവിൽ മോഹൻലാലിന്റെ പിറന്നാള് ദിനമായ ഇന്നലെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. ആഗോളതലത്തിൽ മികച്ച ഓപ്പണിംഗ് നേടിയ ചിത്രത്തിന് രണ്ടാം ദിനവും മികച്ച ബുക്കിംഗ് ആണ് ലഭിക്കുന്നത്. ആദ്യ ദിനങ്ങൾ കൊണ്ടുതന്നെ ചിത്രം ഒരു പ്രധാന നാഴികക്കല്ല് പിന്നിടുമെന്നും ഉറപ്പായി. പ്രമുഖ ട്രാക്കർമാരായ സാക്നിൽകിന്റെ കണക്ക് പ്രകാരം ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടിയ നെറ്റ് കളക്ഷന് 15.85 കോടിയും ഗ്രോസ് 18.37 കോടിയുമാണ്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നാവട്ടെ 43.37 കോടിയും. എന്നാൽ കേരളത്തിൽ നിന്നുള്ള ട്രാക്കർമാര് ആഗോളതലത്തിൽ ഇതിനേക്കാൾ വലിയ സംഖ്യയാണ് പറയുന്നത്. ആഗോള ഓപ്പണിംഗ് 46 കോടിക്ക് മുകളിൽ വരുമെന്നാണ് അവരുടെ കണക്കുകൾ. എന്നാൽ ഇതൊക്കെ ആദ്യ കണക്കുകളാണ്. വൈകിട്ടോടെ അന്തിമ കണക്കുകൾ പുറത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം രണ്ടാം ദിനവും വന് ബുക്കിംഗ് ആണ് ചിത്രത്തിന്. ബുക്ക് മൈ ഷോയിൽ പല ഘട്ടങ്ങളിലും മണിക്കൂറിൽ 20,000 ടിക്കറ്റിന് മുകളിൽ വിൽപ്പന ഉണ്ടായിരുന്നു. ട്രാക്കർമാരുടെ കണക്ക് പ്രകാരം ആദ്യ 2 ദിവസം കൊണ്ടുതന്നെ ദൃശ്യം 3 ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് വാരാന് പോകുന്നത് 85 മുതൽ 90 കോടി വരെയാണ്. അതായത് 3 ദിവസം കൊണ്ട് ചിത്രം 100 കോടി കടക്കുമെന്ന് ഉറപ്പായി. ഇതോടെ ഏറ്റവും വേഗത്തിൽ 100 കോടി പിന്നിടുന്ന രണ്ടാമത്തെ മലയാള ചിത്രമായും മാറും ദൃശ്യം 3. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബ്ബിലെത്തിയ മലയാള ചിത്രം എമ്പുരാനാണ്. വെറും 2 ദിവസം കൊണ്ടാണ് എമ്പുരാന് ഇത് സാധ്യമാക്കിയത്. അടുത്ത സ്ഥാനത്തുള്ള തുടരും 6 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബ് കടന്നത്.